ദിവസങ്ങളായി യാതൊരു വിവരവുമില്ലാതിരുന്ന പ്രമുഖ മലയാളി ട്രാവൽ യൂട്യൂബർ ദിൽഷാദിനെ മേഘാലയയിലെ വനമേഖലയിൽ നിന്ന് കണ്ടെത്തി. സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ട് പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുകയായിരുന്ന ഇദ്ദേഹത്തെ മേഘാലയയിലെ ഗാസി ഹിൽസ് വനമേഖലയോട് ചേർന്ന ഭാഗത്തുനിന്നാണ് ഗ്രാമീണരുടെ സഹായത്തോടെ കണ്ടെത്തിയത്. ദിൽഷാദ് സുരക്ഷിതനാണെന്നും പേടിക്കേണ്ട സാഹചര്യമില്ലെന്നും പ്രമുഖ യൂട്യൂബറായ മല്ലു ട്രാവലർ ഷാക്കിർ സുഭാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മലപ്പുറം ചേലേമ്പ്ര പുല്ലിപ്പറമ്പ് പാറയിൽ സ്വദേശിയായ ദിൽഷാദ് യാത്ര ടുഡേ എന്ന പേരിൽ പ്രശസ്തമായ ഒരു യൂട്യൂബ് ചാനൽ നടത്തിവരികയാണ്. 9 ലക്ഷത്തിലധികം സബ്സ്ക്രൈബർമാരുള്ള ഇദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ദൂരദേശ യാത്രകളുടെയും ബൈക്ക് റൈഡുകളുടെയും ദൃശ്യങ്ങളാണ് ഈ ചാനലിലൂടെ പങ്കുവയ്ക്കാറുള്ളത്. സ്വന്തം വാഹനത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നടത്തിയ യാത്രാമധ്യേയായിരുന്നു നാടിനെയും ആരാധകരെയും ആശങ്കയിലാഴ്ത്തിയ അപകടമുണ്ടായത്. കഴിഞ്ഞ ജൂൺ 6-ാം തീയതിയാണ് ദിൽഷാദ് വീട്ടിൽ നിന്നും തന്റെ പുതിയ യാത്രയ്ക്കായി ഇറങ്ങിയത്. യാത്രയിലുടനീളം സാമൂഹിക മാധ്യമങ്ങളിലും യൂട്യൂബിലും സജീവമായിരുന്ന ഇദ്ദേഹം 6 ദിവസങ്ങൾക്ക് മുൻപാണ് അവസാനമായി തന്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത്. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ 4 ദിവസമായി ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും സന്ദേശങ്ങൾക്ക് മറുപടിയില്ലാതാവുകയും ചെയ്തതോടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വലിയ ആശങ്കയിലായി. മാത്രമല്ല, അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഐ ക്വിറ്റ് എന്നൊരു പോസ്റ്റും ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും തുടർന്ന് യാതൊരു വിവരവും ലഭിക്കാതെ വന്നതോടെ കുടുംബാംഗങ്ങൾ തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ തേഞ്ഞിപ്പാലം പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ദിൽഷാദ് അവസാനമായി സഞ്ചരിച്ച വഴികളും മൊബൈൽ ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തുകയും ചെയ്തു. ദിൽഷാദിനെ കാണാനില്ലെന്ന വാർത്ത പുറത്തു വന്നതോടെ മലയാളി ഡൈവർമാരും വ്ളോഗർമാരും അന്വേഷണവുമായി രംഗത്ത് വന്നു. മേഘാലയയിലെ കഠിനമായ ഗാസി ഹിൽസ് ഫോറസ്റ്റ് മേഖലയിലൂടെ സഞ്ചരിക്കവേ ദിൽഷാദ് ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. മൊബൈൽ നെറ്റ്വർക്ക് തീരെയില്ലാത്ത വിജനമായ വനമേഖലയായതിനാൽ അപകടത്തിൽപ്പെട്ട ദിൽഷാദിന് ആരെയും പെട്ടെന്ന് വിവരമറിയിക്കാൻ സാധിച്ചില്ല. പിന്നീട് വഴിയാത്രക്കാരായ പ്രാദേശിക ഗ്രാമീണരാണ് പരിക്കേറ്റ ഇദ്ദേഹത്തെ കാണുകയും സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. ഇതിനിടെ ദിൽഷാദിനെ കാണാനില്ലെന്ന വാർത്തകൾ കണ്ട് സഹപ്രവർത്തകനും പ്രമുഖ ട്രാവൽ വ്ളോഗറുമായ മല്ലു ട്രാവലർ ഷാക്കിർ സുഭാന്റെ നേതൃത്വത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വ്ളോഗർമാരുടെയും പ്രാദേശിക റൈഡിംഗ് ക്ലബ്ബുകളുടെയും സഹായത്തോടെ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇവരുടെ നിരന്തരമായ ശ്രമത്തിനൊടുവിലാണ് ദിൽഷാദ് മേഘാലയയിലെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടെന്ന നിർണായക വിവരം ലഭിക്കുന്നത്. എന്തായാലും ദിൽഷാദിന് മറ്റ് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം പൂർണ്ണ സുരക്ഷിതനാണെന്നും ഷാക്കിർ സുഭാൻ പറഞ്ഞു. അപകടത്തിൽ ബൈക്കിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ദിൽഷാദിന് പരിക്കുകൾ സാരമായിട്ടില്ല. പ്രദേശത്ത് മൊബൈൽ റേഞ്ച് ഇല്ലാത്തതും ഫോണിന് കേടുപാടുകൾ സംഭവിച്ചതുമാണ് കുടുംബവുമായി ബന്ധപ്പെടാൻ വൈകിയതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ചികിത്സ പൂർത്തിയാക്കി ദിൽഷാദ് ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് കരുതുന്നത്. പ്രിയപ്പെട്ട വ്ളോഗറെ സുരക്ഷിതമായി കണ്ടെത്തിയെന്ന ആശ്വാസ വാർത്ത പുറത്തു വന്നതോടെ ദിവസങ്ങളായി ആശങ്കയിലായിരുന്ന കുടുംബത്തിനും ആയിരക്കണക്കിന് യൂട്യൂബ് ആരാധകർക്കും ആശ്വാസമായി.